ഓം. സംസ്കൃത് ക്രിസ്ത്യാനിൻ്റെ പ്രിയ ശ്രോതാക്കളെ, ആദിനാദത്തിൻ്റെ അനുരണനമായ ഓംകാരം ആമേൻ എന്ന ശബ്ദത്തോടുകൂടി സംസ്കൃത ഭാഷയുടെ ചില വശങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, മനുഷ്യവർഗം പലതായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഭാഷാഗോത്രങ്ങളും പലതുണ്ട്. അതിൽ ഇൻഡോ ജർമാനിക് ഗോത്രത്തിൽപ്പെട്ട സംസ്കൃതം, ഗ്രീക്ക്, ലാറ്റിൻ ഈ ഭാഷകളാണ് മൂന്ന് മൂലഭാഷകൾ. ഈ പേരൻ്റ് ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ മൂന്ന് മൂലഭാഷകളിൽ നിന്നാണ് ഏഷ്യയിലെയും യൂറോപ്പിലെയും ഭൂരിഭാഗം ഭാഷകളും ഉത്ഭവിച്ചിട്ടുള്ളത്. ലിപി പോലും ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം ലാറ്റിൻ ലിപി ഉപയോഗിച്ചാണ് യൂറോപ്പ് മുഴുവനും മറ്റ് പല ഭൂഖണ്ഡങ്ങളും ഭാഷ എഴുതുന്നത്. ഗ്രീക്ക് പുരാണങ്ങൾ പ്രസിദ്ധമാണ്. ഹോമറിൻ്റെ ഇലിയഡ് അത് പുരുഷ ശക്തിയുടെ പ്രകടനമാണ്, യുദ്ധം. ലത്തീനിലെ വെർജിലിൻ്റെ എനൈഡ് അതും പുരുഷ മേധാവിത്വത്തിൻ്റെ കഥകളാണ്. അതെല്ലാം മനസ്സിൻ്റെ പ്രകരണങ്ങളാണ് അവരെഴുതി വച്ചത്. എന്നാൽ സംസ്കൃത ഭാഷയിൽ അങ്ങനെ ഉള്ള ആദിമരചനകളെല്ലാം വേദങ്ങളിൽ നാം കാണുന്നത് ആത്മാവിൻ്റെ അനുരണനങ്ങളാണ്. മനസ്സിൻ്റെ അപ്പുറത്തും ഉള്ള മനുഷ്യൻ്റെ ചേതനയാണ് ആത്മാവ്. ആത്മാവിൻ്റെ ചലനത്തിലാണ് സംസ്കൃതം കുടികൊള്ളുന്നത്. അതുകൊണ്ട് സംസ്കൃത ഭാഷ ഇന്നും നിലനിൽക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഹോമറിൻ്റെ ഭാഷ ഇന്ന് നിലവിലില്ല? അത് ഓൾഡ് ഗ്രീക്കായി പോയി. ലാറ്റിൻ ഭാഷ ഇന്ന് നിലവിലില്ല. അത് വെറും ചരിത്ര രേഖകളിൽ മാത്രമായി. പക്ഷേ സംസ്കൃതം നമ്മുടെ നാട്ടിൽ ഇന്നും സജീവമാണ്. ഓരോ മുക്കിലും മൂലയിലുമുള്ള അമ്പലങ്ങളിൽ നിന്നും കാവുകളിൽ നിന്നും ഉണരുന്നത് മുതൽ ഭാരതീയൻ കേൾക്കുന്നത് സംസ്കൃത മന്ത്രങ്ങളാണ്. ആത്മാവിൻ്റെ ഭാഷയാണ് സംസ്കൃതം. അതാണ് സംസ്കൃതത്തിൻ്റെ മഹത്വം. അത് ആരുടെയും വ്യക്തിപരമായ കണ്ടുപിടുത്തമല്ല. മനീഷികൾ സഹസ്രാബ്ദങ്ങളിലൂടെ ചിന്തിച്ചത്, സംസ്കരിച്ചെടുത്തത് അവർ ശുദ്ധീകരിച്ച വൃത്തനിബദ്ധമായ പാട്ടുകളാക്കി, ചെറിയ ചെറിയ അഫോറിസംസ് അല്ലെങ്കിൽ സൂക്തങ്ങളാക്കി അവതരിപ്പിച്ചു. ശ്രീരാമനെ എല്ലാവർക്കും അറിയാമല്ലോ. ശ്രീരാമൻ്റെ ധനമന്ത്രിയെ അറിയാവോ? അദ്ദേഹം
ഒരു നാസ്തികനായ ചാർവാകനായിരുന്നു ധനകാര്യം കൈകാര്യം ചെയ്തത്. ശ്രീരാമനോട് ബാക്കി വസിഷ്ഠനും മഹാമുനിമാരും ധർമ്മോപദേശം നടത്തിയപ്പോൾ ചാർവാകൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംസ്കൃതത്തിലാണ് ഈ ചാർവാകനും പറഞ്ഞത്. ധനമാർജയ കാകുത്സ അർദ്ധമൂലമിതം ജഗത്. രാമൻകുട്ടി, ധനം നേടണടാ. ഈ പ്രപഞ്ചത്തിന് ആധാരം സ്വത്താണടാ എന്നാണ് ധനമന്ത്രി ശ്രീരാമന് ഉപദേശിച്ചത്. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളും നിറഞ്ഞു നിന്ന ഒരു ചിന്താപദ്ധതിയായിരുന്നു സംസ്കൃത ചിന്താപദ്ധതി. ആത്മാവിൻ്റെ ചിന്തയായിരുന്നു അവർക്കത്. അവർ ആകാശത്തേക്ക് നോക്കി. ആടുമാടുകളും മനുഷ്യരും കണ്ണു തുറന്നാൽ വെട്ടത്തിലേക്ക് കിഴക്കോട്ടാണ് നോക്കുന്നത്. മുനിമാരും കിഴക്കോട്ട് നോക്കി. അപ്പോൾ അവർ കണ്ട പ്രകാശഗോളത്തെ കണ്ടിട്ട് അമ്പരന്നു. ഏതപ്പാ കോതമംഗലം എന്ന ആശ്ചര്യഭാവത്തോടു കൂടി പറഞ്ഞു, ഓം സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ഓ സൂര്യതേജസ്സേ, നിൻ്റെ ശക്തിയെ ഞങ്ങൾ ധ്യാനിക്കട്ടെ, നിൻ്റെ ശക്തിയെ ഞങ്ങൾ ഉപാസിക്കട്ടെ എന്ന് പറഞ്ഞാണ് സൂര്യനെ അവർ പാട്ടുപാടി പുകഴ്ത്തിയത്. ആ ആദിമ മന്ത്രം 10000 കൊല്ലം മുമ്പ് മുതൽ ഭാരതത്തിൽ മുഴങ്ങുന്നതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇവിടെ വന്ന വിദേശികളെല്ലാം നിശ്ചയിച്ചു, നിസ്സാര കാലപ്പഴക്കമേ ഉള്ളൂ സംസ്കൃതത്തിന്. എന്നാൽ അങ്ങനെയല്ല. ഇതിൻ്റെ ചിന്താപദ്ധതിയുടെ പഴക്കത്തിന് കാലഗണനയില്ല. അനാദികാലം മുതൽ ഇവിടെ സംസ്കൃതമുണ്ട്. അത് എണ്ണമിട്ട് പറയാൻ ഇവിടെ ഒരു സംഭവമില്ല, ക്രോണോളജി. കാരണം നിത്യമായ കാലത്തിന് മുമ്പിൽ ഇവിടെ അക്കം നിരത്തി പറയുന്നത് വലിയ കാര്യമല്ല എന്നാണ് അവർ ചിന്തിച്ചത്. സംസ്കൃതത്തിൽ വേദങ്ങൾ എഴുതി 4 അതിൽ നിന്നാണ് ബാക്കി എല്ലാ ശാസ്ത്രങ്ങൾക്കുമുള്ള മൂല വിജ്ഞാനം കിട്ടിയത്. അഥർവവേദത്തിൽ നിന്ന് ആയുർവേദം ജനിച്ചു. ആയുർവേദം മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടതാണ്. ആയുർവേദം ഉള്ളതുകൊണ്ട് സംഹിതകളുണ്ടായി. എങ്ങനെ മരുന്ന് നിർമ്മിക്കണം എന്നെല്ലാം വിധികൾ എഴുതി വച്ചു. ആരോഗ്യ പരിപാലനം നടന്നു. നാടുനീളെ നടപ്പ് വൈദ്യന്മാരായിരുന്നു പണ്ട് കാലത്ത്. ആ നടപ്പ് വൈദ്യന്മാരാണ് കേരളത്തിലേക്ക് ജൈനന്മാരായിരുന്നിരിക്കണം എന്നാണ് ഊഹം, സംസ്കൃതവുമായിട്ട് എത്തിയത്. എന്നിട്ടവർ കേരളത്തിൽ സംസ്കൃത വ്യാകരണം പ്രചരിപ്പിച്ചു. അവർ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: വൃക്ഷഃ വൃക്ഷൗ വൃക്ഷാഃ. വൃക്ഷം ജൈനന് ഈശ്വരതുല്യനായി ആദരിക്കപ്പെടേണ്ട ജീവിയാണ്. വൃക്ഷത്തെ പൂജിക്കുന്നവരാണവർ. അതുകൊണ്ടവർ വൃക്ഷത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. വൃക്ഷഃ ഒരു മരം, വൃക്ഷൗ 2 മരം, വൃക്ഷാഃ മരങ്ങൾ. വനേഷു വൃക്ഷാഃ ഭവന്തി.
വനങ്ങളിൽ മരങ്ങൾ ഉണ്ട്. ഇങ്ങനെ ആയുർവേദവും സംസ്കൃതവും ഒന്നിച്ച് കേരളത്തിൽ എത്തിയത് അനേക നൂറ്റാണ്ടുകൾ മുമ്പാണ്. അതോടൊപ്പം ജ്യോതിശാസ്ത്രവും ഇവിടെ എത്തി. ജ്യോതിശാസ്ത്ര വിദഗ്ധന്മാരും ഇവിടെയുണ്ടായി. ആര്യഭട്ടൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം സംസ്കൃതത്തിലാണ് ഗ്രന്ഥം എഴുതിയത്. വാനഗോളങ്ങളെ പറ്റിയുള്ള പഠനങ്ങളും കണക്കുകളും സൂര്യൻ്റെ ഗതിവിഗതികളെക്കുറിച്ചുള്ള പഠനങ്ങളും അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ചു വെച്ചു. ഗണിതം എന്നാണ് ഈ സംസ്കൃതത്തിന് അപജയം വന്നത്. നാടുനീളെ കള്ള് ഷാപ്പും മുറുക്കാൻ കടയും ചായക്കടയും ഉണ്ടായിരുന്ന ഈ 50 കൊല്ലം മുമ്പ് വരെ ഈ സംസ്കൃതത്തിന് ഇവിടെ കുറേ പ്രചാരം ഉണ്ടായിരുന്നു. അന്ന് പ്രായമായവർ ചൊല്ലുമ്പോഴും പഴഞ്ചൊല്ലുകൾ സംസ്കൃതത്തിലാണ് പറയുക. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാ. നാരികളെ പൂജിക്കുന്ന ഇടം സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞതാവും. അങ്ങനെ ഓരോ പഴഞ്ചൊല്ലുകളും അവർ ചൊല്ലി ഇളം തലമുറകൾക്ക് ഓരോ സംസ്കാരം പകർന്നു കൊടുത്തു. സംസ്കൃതത്തിൽ നിന്നുള്ള സംസ്കാരം പകർന്നു കിട്ടിയത് അവർ ഭക്തിയിലും ഉപകരിച്ചു. പണ്ടത്തെ ക്രിസ്തീയ സാഹിത്യത്തിലെ പാട്ടുകൾ പോലും കർണാട്ടിക് രാഗത്തിലുള്ള പാട്ടുകളാണ്. കുർബാനയുടെ പ്രാർത്ഥനകളിലും പല പദങ്ങളും സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചാണ് അവർ പ്രാർത്ഥിക്കുകയും പ്രിൻ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇടക്കാലത്ത് ആംഗല ഭാഷയുടെ കടന്നുകയറ്റം സംസ്കൃതത്തെ കുറച്ചൊന്ന് തളർത്തിക്കളഞ്ഞു. അത് പരിഹരിക്കാൻ 1970 ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തി. മറ്റൊന്നുമായിരുന്നില്ല, എല്ലാ സ്കൂളുകളിലും കുട്ടികളുണ്ടെങ്കിൽ പഠിക്കാൻ, സംസ്കൃതം പഠിക്കാൻ കുട്ടികളുണ്ടെങ്കിൽ 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സംസ്കൃതാധ്യാപകനെ നിയമിക്കാം. അങ്ങനെയാണ് കേരളത്തിലുടനീളം ഈ അടുത്ത നാളിൽ സംസ്കൃതത്തിനൊരു ചെറിയ പുനരുജ്ജീവനം കിട്ടിയത്. കുറച്ച് സംസ്കൃതം കഥകളും സൂക്തങ്ങളും സുഭാഷിതങ്ങളും ഇന്ന് ഒത്തിരി കുട്ടികൾക്കും അറിയാം. അതിൻ്റെ പിന്നിൽ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയം സേവനം ചെയ്തിട്ടുണ്ട്. സംസ്കൃതത്തിലെ ഉപരിപഠനം നടത്തുന്ന യൂണിവേഴ്സിറ്റി വരെ കേരളത്തിലുണ്ട്. ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടി. ഇതൊക്കെ ഉണ്ടാകാൻ കാരണം മഹത്വം ഉള്ള ഒരു സമ്പ്രദായം നാട്ടിൽ നിന്ന് അന്യം നിന്നു പോകരുത്. സംഗീതം, സാഹിത്യം, കലകൾ, തച്ചുശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ആയുർവേദം, യോഗ, ഇങ്ങനെ ഏത് ശാസ്ത്രശാഖകൾ എടുത്താലും അതിൻ്റെ മൂലഗ്രന്ഥം എഴുതിയിരിക്കുന്നത് പഴയ യോഗികൾ സംസ്കൃത ഭാഷയിലാണ് കുറിച്ച് വച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ശാസ്ത്രം പഠിക്കണമെങ്കിലും അതിൻ്റെ ഭാരതത്തിലെ മൗലിക ചിന്തകൾ തേടിപ്പോകേണ്ടവർ
ഇന്നും സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുന്നു. IIT-കളിലും യൂണിവേഴ്സിറ്റികളിലും ഇത് പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഇതാണ് ഇന്നത്തെ സംസ്കൃതത്തിൻ്റെ ഏകദേശം ഒരു രൂപം. സംസ്കൃതത്തിൽ ഒരു ചെറിയ ശ്ലോകം ഉരുവിട്ടുകൊണ്ട് ഈ ഭാഗം നമുക്ക് സമാപിപ്പിക്കാം. ആത്മാവിൻ്റെ ഭാഷയാണ് സംസ്കൃതം എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഈ ആത്മാവിൻ്റെ ചലനങ്ങൾ ഏറ്റവുമധികം അനുഭവപ്പെടുന്നത് സംഗീതത്തിലാണ്. തന്ത്രീവാദ്യങ്ങളുടെ അനുരണനം മനുഷ്യൻ്റെ ഹൃദയത്തിൽ അരങ്ങേറ്റുന്ന ആ താളവും ലയവും എല്ലാം പക്ഷിമൃഗാദികൾക്ക് പോലും ആസ്വാദ്യമുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആദിമകവിയായ വാൽമീകിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ശ്ലോകമാണ് ഇത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. രാമരാമ എന്ന് വളരെ ഹൃദ്യമായ സ്വരത്തിൽ പാടിക്കൊണ്ട് കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം. എവിടെ കയറിയിരുന്നിട്ടാണ് പാടുന്നത്? കവിതയാകുന്ന മരക്കൊമ്പിലിരുന്നിട്ടാണ് പാടുന്നത്. ഇതാരാണ് പാടുന്നത്? കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകി എന്ന് പറയുന്ന ആ കോകിലത്തെ, പഞ്ചമം പാടുന്ന സ്വരസൗകുമാര്യത്തോടുകൂടി കവിത പാടിത്തന്ന ആദി കവിയെ ഞാൻ നമിക്കുന്നു എന്ന് സംസ്കൃതം പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ ഇന്നും വാൽമീകി സ്തുതി പാടാറുണ്ട്. നന്ദി.